ഹായ് എവരിവൺ, എൻ്റെ പേര് റെജിൻ. വെൽക്കം ടു റേസ് കേരള യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഒരു 3 months ആയിട്ട് നമുക്ക് എക്സാംസ് ഒന്നും നടക്കുന്നില്ല. ഇപ്പം കുറേ സ്റ്റുഡൻസിന് കുറേ ഡൗട്ട്സ് ഉണ്ട്. ഇപ്പം ഒരുപാട് നാളായിട്ട് എക്സാംസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റുഡൻസിന് എല്ലാം ഡൗട്ട് ഉണ്ട്. ഇനി എക്സാംസ് നടക്കുമോ, എന്നായിരിക്കും എക്സാംസ് നടക്കുന്നത്, ശരിക്കും എക്സാംസ് ഒക്കെ വരുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ് നമ്മുടെ SSC ഇപ്പം റീസെൻ്റ്ലി ചെയ്തത്. നമ്മുടെ SSC നേരത്തെ നടന്നുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നിന്നുപോയ എക്സാംസ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീണ്ടും എക്സാംസിലേക്ക് പുതിയ ഡേറ്റ്സ് കൊണ്ടുവന്നു. അത് കൂടാതെ ഡേറ്റ്സ് കൊണ്ടുവരിക മാത്രമല്ല ചെയ്തത്, ഇങ്ങനൊരു സിറ്റുവേഷൻ്റെ സമയത്തും SSC കംപ്ലീറ്റ്ലി ആക്റ്റീവ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി SSCയുടെ സൈഡിൽ നിന്ന് ഒരു പുതിയ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ തന്നെ വന്നു, SSC CPOയുടെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ SSC സെൻട്രൽ പോലീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ആണ് SSC CPO എന്ന് പറയുന്നത്. അതിന്റെ 2020 ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ ആണ് വന്നത്. ഇതിനു മുമ്പ് SSC CPOന്റെ എക്സാം 2019 എക്സാംസ് കഴിഞ്ഞിട്ട് അതിന്റെ ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടിയുള്ള ഡേറ്റ്സിന് വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ സ്റ്റുഡൻസ്. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു ഈ ഒരു COVID-19 ഇഷ്യൂ വന്നത്. ബട്ട് സ്റ്റിൽ COVID-19 ഇഷ്യൂ വന്നെങ്കിലും അതിന്റെ പുതിയ ഡേറ്റ്സ് എന്തായാലും ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേന് ആ പുതിയ ഡേറ്റ്സ് ഒക്കെ വരും. അത് കൂടാതെ തന്നെ നമ്മുടെ എല്ലാ എക്സാംസും നടക്കും എന്നുള്ളതാണ് SSC ഇപ്പം റീസെൻ്റ്ലി അവരെല്ലാ എക്സാംസിന്റെ ഡേറ്റ്സും പുറത്തു വിട്ടുകൊണ്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അത് കൂടാതെ പുതിയ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ. അപ്പൊ ഈ പുതുതായിട്ട് വന്ന SSC CPOയുടെ പുതിയ നോട്ടിഫിക്കേഷന്റെ ഒരു ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആക്ച്വലി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും ഞാനിപ്പം വന്നത്. അപ്പോൾ നമുക്ക് SSC CPOയുടെ ഈ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണ് ഉള്ളത്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഒരുപാട് സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ്. ഇതൊക്കെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എത്രയാണ് ഏജ് ലിമിറ്റ്, കോളേജിന്റെ ഫൈനൽ ഇയറിലാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഫീസ് എങ്ങനെയാണ്, ഗേൾസ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഫീമെയിൽ സ്റ്റുഡൻസിന് അത് ഫീസ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് കട്ട് ഓഫ്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഒരുപാട് സ്റ്റുഡൻസിന് വരാറുണ്ട്. അപ്പം ആ ഒരു ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി ഞാൻ ഇപ്പം വന്നേക്കുന്നത്. അപ്പം നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം, SSCയുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം SSC CPOയുടെ. അപ്പം ഈ കാണുന്നതാണ് SSC CPOയുടെ നോട്ടിഫിക്കേഷൻ. ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കണ്ടറിയാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് 17/6/2020 ആണ് വന്നേക്കുന്നത്. ആൻഡ് ഇതിന്റെ ഈ നോട്ടിഫിക്കേഷനിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം വിളിച്ചേക്കുന്ന ഈ SSC CPO എന്ന് പറഞ്ഞ് വിളിച്ചേക്കുന്നത് ശരിക്കും വിളിച്ചേക്കുന്ന 2 പോസ്റ്റിലേക്കാണ് വിളിച്ചേക്കുന്നത്. സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി എന്നുള്ള SI പോസ്റ്റിലേക്കും പിന്നെ നമ്മുടെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള SIയുടെ എക്സാമിന് വേണ്ടിയാണ് വിളിച്ചേക്കുന്നത്. സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസും സബ് ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സും ഈ 2 കാറ്റഗറിയിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എക്സാമിന് വിളിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ ആദ്യമേ തന്നെ അവർ ഫുൾ ഡീറ്റെയിൽസ് നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നൊക്കെയാണ് ഈ എക്സാം നടക്കാൻ പോകുന്നത്, അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് നോട്ടിഫിക്കേഷൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് കാണാം ഇതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയത് 17/6/2020 തുടങ്ങിയത്. ആൻഡ് നമ്മുടെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ലാസ്റ്റ് ഡേറ്റ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16/7/2020 എന്ന് പറഞ്ഞാൽ അടുത്ത മാസം ജൂലൈ 16 ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാതിരിക്കുക. എല്ലാവരും എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ഈ എക്സാമിന് അപ്ലൈ ഇതുവരെ ചെയ്യാത്തവർ എക്സാമിന് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു എന്തൊക്കെയാണ് ക്രൈറ്റീരിയ ഉള്ളത്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പം മുമ്പോട്ട് ചെയ്ത് പോകുമ്പോൾ ഞാൻ പറയാം. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16/7/2020 കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ ഒരു ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്ന ആ ഒരു സമയവും പറഞ്ഞിട്ടുണ്ട്. രാത്രി 11:30 വരെയാണ് അതിന്റെ ഒരു സമയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 16-ാം തീയതി രാത്രി 11:30 മുമ്പ് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് അതിൻ്റെ അകത്ത് ഓൺലൈൻ ഫീ പേയ്മെന്റിന്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞ് ഓൺലൈൻ ഫീ പേ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 18/7/2020 ആണ്, രാത്രി 11:30 വരെ അതും. അപ്പം എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് 2 ദിവസം കൂടി ഉണ്ട് നമ്മളുടെ എക്സാമിന്റെ ഫീസിന്റെ ഫൈനൽ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓഫ്ലൈനിൽ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ്ലൈനിൽ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് ആക്ച്വലി പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ആ ഒരു ചലാൻ ജനറേറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 20/7/2020 ആണ്. ആൻഡ് അത് നമ്മുടെ ബാങ്കിൽ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22/7/2020 ആണ്. അപ്പം നമ്മുടെ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 18/7/2020 ആണെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ ബാങ്ക് ചലാൻ വഴി പേയ്മെന്റ് ചെയ്യേണ്ട ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 22/7/2020 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ബാങ്ക് ചലാൻ വഴി പേയ്മെന്റ് ചെയ്യുന്നവർക്ക് വേണ്ടി
ഇത് SBIയുടെ ബാങ്കിന്റെ ചലാൻ വെച്ച് മാത്രമേ പേയ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. SBIയുടെ ബാങ്കിന്റെ ചലാൻ വെച്ച് മാത്രമേ ഇത് ഫീ പേയ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിന്റെ അകത്ത് തന്നെ നമ്മുടെ എക്സാംസിന്റെ ഒരു ടെന്റേറ്റീവ് ഡേറ്റ്സും ഇവർ കൊടുത്തിട്ടുണ്ട്. എക്സാംസ് എന്നാ നടക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം ഇതിന്റെ ഒരു ടയർ 1ന്റെ എക്സാമിന്റെ ടെന്റേറ്റീവ് ഡേറ്റ്, പേപ്പർ 1ന്റെ ടെന്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് 29/9/2020 തൊട്ട് 5/10/2020 വരെയാണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, എക്സാം വരാൻ പോകുന്നത് 29 സെപ്റ്റംബർ തൊട്ട് 5 ഒക്ടോബർ വരെയാണ് ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഓഗസ്റ്റ്, സെപ്റ്റംബർ 2 മാസത്തോളം സമയമുണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടി. അത്യാവശ്യം നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു 2 months ടൈമാണ് നമുക്ക് ഉള്ളത് ഇതൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇപ്പോഴേ അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഈ ഒരു എക്സാംസ് അറ്റൻഡ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പം ഈ ഡേറ്റ് 29 നമ്മുടെ പേപ്പർ 1ന്റെ ടയർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടക്കാൻ പോകുന്നത്. ആൻഡ് ഇവര് ടയർ 1ന്റെ മാത്രമല്ല ടയർ 2യുടെ എക്സാമിന്റെ ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. ടയർ 2യുടെ എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേപ്പർ 2യുടെ എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 1/3/2021 ആണ് എക്സാമിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം മാർച്ചിലേ ഉള്ളൂ ഈ ഒരു ടയർ 2യുടെ എക്സാം, ഇതിന്റെ ടയർ 2യുടെ എക്സാം. അത് ഇത്രയ്ക്ക് ഡിലേ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പേപ്പർ 1 കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് പേപ്പർ 2 അല്ല നടക്കുന്നത്. പേപ്പർ 1 കഴിഞ്ഞതിന് ശേഷം പേപ്പർ 1ന്റെ റിസൾട്ട് വന്നിട്ട് നമുക്ക് ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ട്. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം മാത്രം അതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് മാത്രമേ പേപ്പർ 2ലേക്ക് പോകത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഇനിയിപ്പം നോട്ടിഫിക്കേഷൻ ബാക്കി ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, അപ്പം നമ്മുടെ എക്സാമിന്റെ ടെന്റേറ്റീവ് ഡേറ്റ്സ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 29 പേപ്പർ 2യുടെ ടെന്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 1 ഓക്കെ, അപ്പം താഴോട്ട് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഈ 2 പോസ്റ്റിലേക്കുള്ള ഒരു നമ്മുടെ പേ സ്കെയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു എക്സാമിന് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ 2 പേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. SSC CPOയുടെ പോസ്റ്റിലേക്ക് ഫീമെയിൽ സ്റ്റുഡൻസിനെയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയും ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് തന്നെ കുറെ നല്ല കാര്യങ്ങളുണ്ട്. ആക്ച്വലി അത് അവരുടെ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരുടെ പേയ്മെന്റ് ആ കാര്യങ്ങളിൽ കുറെ നല്ല കാര്യങ്ങളുണ്ട്. അതിപ്പം താഴോട്ട് വരുമ്പോൾ പറയാം. അപ്പം ഇവിടെ നമുക്ക് കണ്ടറിയാം, സബ് ഇൻസ്പെക്ടർ ഇൻ CAPF അതിന്റെ അകത്ത് ആ ഒരു പേ സ്കെയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട്. പേ സ്കെയിൽ ലെവൽ 6ന്റെ അണ്ടറിലുള്ള ഒരു പേ സ്കെയിൽ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട്. ആൻഡ് ഇത് വരുന്നത് ഒരു ഗ്രൂപ്പ് B കാറ്റഗറിയിലാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. അതേപോലെ നമ്മൾ അടുത്ത സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും മെയിലും ഫീമെയിലും അതിന്റെ ഒരു പേയ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ പേ സ്കെയിൽ വരുന്നത് ലെവൽ 6ൽ തന്നെയാണ് ആ ഒരു പേ സ്കെയിലും വരുന്നത്. പക്ഷെ അവരെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഗ്രൂപ്പ് Cയിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. നോട്ടിഫിക്കേഷനിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഇത് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ഒരു ഗ്രൂപ്പ് C കാറ്റഗറിയിലാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ആൻഡ് സബ് ഇൻസ്പെക്ടർ ഇൻ CAPF ചെയ്തേക്കുന്നത് ഗ്രൂപ്പ് Bയിലും. ഇനി നമുക്കൊരു ടെന്റേറ്റീവ് വേക്കൻസി ഓൾറെഡി കൊടുത്തിട്ടുണ്ട് SSC ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നപ്പം തന്നെ. അപ്പൊ ടെന്റേറ്റീവ് വേക്കൻസി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 2 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസും മറ്റേത് ആംഡ് ഫോഴ്സും. അപ്പം ഡൽഹി പോലീസിന്റെ അടിയിൽ വരുന്ന 2 കാറ്റഗറി എന്ന് പറയുന്നത് മെയിലും ഫീമെയിലും ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് മെയിൽ കാറ്റഗറിക്കുള്ള ഒരു വേക്കൻസി എന്ന് പറയുന്നത്, ടോട്ടൽ വേക്കൻസി ഇവിടെ ഓരോന്നും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ വേക്കൻസി, ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി, എക്സ് സർവീസിനുള്ള വേക്കൻസി എല്ലാം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് മൊത്തം 91 വേക്കൻസിയാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസിലുള്ളത്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഫീമെയിൽ കാറ്റഗറി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ കാറ്റഗറിക്ക് ഓപ്പൺ ആയിട്ടുള്ള മാത്രമേ ഉള്ളൂ. ആൻഡ് അതെന്ന് പറയുന്നത് മൊത്തം ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 78 വേക്കൻസിയാണ്. ഇപ്പൊ മെയിൽ കാൻഡിഡേറ്റ്സിന് എല്ലാം കൂടി ചേർന്ന് 91 വേക്കൻസി ഉള്ളെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഓപ്പണിൽ മാത്രം 78 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസിലെ വേക്കൻസി എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത നമ്മളുടെ സബ് ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് CAPFന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട്. ഇപ്പം CRPF വരുന്നുണ്ട്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് വരുന്നുണ്ട്, ITBF PP വരുന്നുണ്ട്, CISF വരുന്നുണ്ട്, SSB വരുന്നുണ്ട്. അപ്പൊ ഈ 5 കാറ്റഗറി എല്ലാം കൂടി ചേർന്ന് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 1395 വേക്കൻസീസ് ആണ് ഉള്ളത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ഹ്യൂജ് വേക്കൻസിയാണ്, 1395 വേക്കൻസി എന്ന് പറയുന്നത്. ഓവറോൾ നമുക്ക് എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1500-600 റേഞ്ചിൽ വേക്കൻസീസ് ഉണ്ട് എല്ലാം കൂടി. അപ്പോൾ ആൻഡ് അഗെയിൻ ഈ ഒരു വേക്കൻസി എന്ന് പറയുന്നത് ഇതൊരു ടെന്റേറ്റീവ് വേക്കൻസി മാത്രമാണ്. ഇവിടെ ക്ലിയർലി ഇതിന്റെ അടിയിൽ
അവർ പറയുന്നുണ്ട് ഈ ഒരു വേക്കൻസി എന്ന് പറയുന്നത് ടെന്റേറ്റീവ് വേക്കൻസി മാത്രമാണ്. ഇതിന്റെ അകത്ത് ഇനിയും വേക്കൻസീസ് കമ്മിങ് ടൈമിൽ കൂടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അത് നമ്മുടെ കമ്മീഷന്റെ SSCയുടെ സൈറ്റിൽ ഇന്റിമേറ്റ് ചെയ്യും എന്ന് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു വേക്കൻസി കൂടും എന്ന്. അത് കൂടാതെ തന്നെ ഇപ്പം ഡൽഹി പോലീസിലാണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ജോബ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡൽഹി ആയിരിക്കും. പക്ഷെ അതേ സ്ഥലത്ത് SI in CAPF ആ കിട്ടുന്നെങ്കിൽ നമ്മളുടെ ഒരു ജോബ് ലൊക്കേഷൻ എന്ന് പറയുന്നത് എനിവെയർ ഇൻ ഇന്ത്യ ആയിരിക്കും. എവിടെ വേണമെങ്കിലും നമുക്ക് പോസ്റ്റിംഗ് കിട്ടാം ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ്. പക്ഷെ എഗെയിൻ ഇതൊരു ടെന്റേറ്റീവ് വേക്കൻസി മാത്രമാണ്. ഇനി നമ്മൾ താഴോട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു പോസ്റ്റിനെയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡൗട്ട് വരുന്ന ഒരു സംഭവം ഏജ് ലിമിറ്റ് ആണ്. എന്താണ് ഏജ് ലിമിറ്റ്, ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് വളരെ ക്ലിയർലി കൊടുത്തിട്ടുണ്ട്. 20 ഇയേഴ്സ് തൊട്ട് 25 ഇയേഴ്സ് വരെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അത് ഏത് ഡേറ്റ് വെച്ച് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. 1/1/2021 1/1/2021 ഒരു കാൻഡിഡേറ്റ് ഇത് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിന് 1/1/2021 അവരുടെ ഏജ് എന്ന് പറയുന്നത് ഏകദേശം ഈ 20 to 25 ഇടയ്ക്കായിരിക്കണം. ഇനി കുറെ കൂടി ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവർ കറക്റ്റായിട്ട് ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2/1/1996 ആയിരിക്കണം മാക്സിമം ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത്. ആൻഡ് മിനിമം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 1/1/2001 ആയിരിക്കും. അപ്പൊ ഈ ഒരു 2 ഡേറ്റിന്റെ ഇടയ്ക്ക് ജനിച്ചവരാണെങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി നമുക്കറിയാം എപ്പോഴും ഇതെന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് വേണ്ടിയാണ്. എപ്പോഴും ബാക്കി SC ST OBC എച്ച് സർവീസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി ഒരു റിലാക്സേഷൻ കാണും. ആ റിലാക്സേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. SC ST ആണെങ്കിൽ 5 years ആണ് ആ റിലാക്സേഷൻ. OBC ആണെങ്കിൽ ഒരു 3 years ആണ് റിലാക്സേഷൻ. ആൻഡ് എച്ച് സർവീസ് ആണെങ്കിലും 3 years ആണ് റിലാക്സേഷൻ. ഇത് കൂടാതെ തന്നെ പിന്നെയും കുറെ കാറ്റഗറീസ് ഉണ്ട്, ലൈക്ക് വിഡോസ്, ഡിവോഴ്സ് വുമൻസ്, അങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കേസുകളുടെ ഫുൾ ഡീറ്റെയിൽസ് ഏജ് ഇതിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അവരുടെ ഏജ് ലിമിറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ. പിന്നെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഈ ഒരു സർട്ടിഫിക്കറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസിന്റെ ഒക്കെ പ്രൊസീജിയേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ EWSഉം അങ്ങനെയുള്ള കാറ്റഗറീസ്, ആ ഒരു സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ. ലൈക്ക് എന്തായിരിക്കണം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ. അപ്പം ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബാച്ചിലർ ഡിഗ്രി ആണ് ആ എഡ്യൂക്കേഷൻ കാറ്റഗറി ഇതായിട്ട് പറയുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ബാച്ചിലർ ഡിഗ്രി. അപ്പം ആ ഒരു ബാച്ചിലർ ഡിഗ്രി ഉള്ള ആർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പം ഒരു ഡൗട്ട് വരാറുണ്ട്, ഞാൻ കോളേജിലെ ലാസ്റ്റ് ഇയറിലാണ് പഠിക്കുന്നത്, അപ്പോൾ എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ഡെഫിനറ്റ്ലി നമ്മുടെ കോളേജിലെ ലാസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരാൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ബിക്കോസ് ആ 1/1/2021 എന്ന് പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ആ സമയമാകുമ്പം ആ സ്റ്റുഡന്റ് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതേ ഉള്ളൂ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെഫിനറ്റ്ലി കോളേജിന്റെ എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്, കോളേജിന്റെ ലാസ്റ്റ് ഇയറിലുള്ള ഒരു കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ഡെഫിനറ്റ്ലി കോളേജിന്റെ ലാസ്റ്റ് ഇയറിലുള്ള ഒരു കാൻഡിഡേറ്റിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. ഇനി അടുത്ത വരുന്ന ആപ്ലിക്കേഷൻ ഫീസാണ്. എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഫീസ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം SSCയുടെ എല്ലാ എക്സാംസിനും ഉള്ള പോലെ തന്നെ ഈ ഒരു എക്സാമിന് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജസ്റ്റ് 100 rupees മാത്രമേ ഉള്ളൂ. പക്ഷേ എഗെയിൻ ഈ 100 rupees എന്ന് പറയുന്ന സംഭവം ജനറൽ കാറ്റഗറിക്ക് മാത്രമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ജോബിലേക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, വുമൻ കാൻഡിഡേറ്റ്സ്, അത് ഏത് കാറ്റഗറി ആയാലും ശരി, ജനറൽ കാറ്റഗറി ആയാലും ശരി, ബാക്കിയുള്ള കാറ്റഗറി ആയാലും ശരി, അവർക്ക് ഫീസ് ഇല്ല. അത് കൂടാതെ തന്നെ SC ST എച്ച് സർവീസ് ഇവർക്ക് ആർക്കും ഫീസ് ഇല്ല. അവർക്കൊന്നും ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, അവർക്കൊക്കെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു എക്സാംസിന് വുമൻ കാൻഡിഡേറ്റ്സിനെ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാക്സിമം ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം കാൻഡിഡേറ്റ്സും ഈ താഴെ ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. ആ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സും മാക്സിമം ഇത് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. അപ്പം ഫീ പേയ്മെന്റ് ഓൾറെഡി പറഞ്ഞായിരുന്നു, ഓൺലൈൻ ഫീ പേയ്മെന്റ് ഉണ്ട്, അത് കൂടാതെ ചലാൻ ഉണ്ട്. ഞാൻ ചലാന്റെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു. ചലാൻ SBIയുടെ മാത്രം ചലാനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ ബാങ്കിന്റെ ചലാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ലാസ്റ്റ് ഡേറ്റും ആ ഒരു നോട്ടിഫിക്കേഷന്റെ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, അവിടെ തന്നെ ആ ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ചെക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ഈ വീഡിയോയുടെ ബാക്കിലോട്ട് പോയി ഒന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു പേയ്മെന്റും ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എക്സാം സെന്റേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുള്ള സെന്റേഴ്സ് നോക്കിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു സെന്ററും ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സംഭവം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എന്താണ് ഈ എക്സാമിൽ ചോദിക്കുന്നത്, എന്താണ് പഠിക്കേണ്ടത്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം. അപ്പം അതെന്ന് പറയുന്നത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അതും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എക്സാമിന്റെ ഫേസ് എന്ന് പറയുന്നത് ഫേസ് 1 വരുന്നത് പേപ്പർ 1, അതിൽ ഒരു അല്ലെങ്കിൽ Tier 1. ആ Tier 1 വരുന്ന സംഭവം എന്ന് പറയുന്നത് 4 ടോപ്പിക്സ് ആണ് വരുന്നത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ. അപ്പൊ ഈ 4 ടോപ്പിക്കിൽ നിന്ന് 50-50 ക്വസ്റ്റ്യൻസ് വെച്ചാണ് വരുന്നത്. അപ്പം ടോട്ടൽ 4 ടോപ്പിക്കിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ 200 ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചാണ് ഉള്ളത്. ആൻഡ് നമുക്ക് മൊത്തം കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 2 hours ആണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം ഓവറോൾ നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാം, 200 ക്വസ്റ്റ്യൻ 200 മാർക്സ് 2 hours, 200 ക്വസ്റ്റ്യൻ 200 മാർക്സ് 2 hours ആണ് ഇതിന്റെ ഫേസ് 1 എന്ന് പറയുന്നത്. ഫേസ് 1 കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് ഫേസ് 2 അല്ല, ഫേസ് 2 എന്ന് പറയുന്നത് പേപ്പർ 2യുടെ രണ്ടാമത്തെ എക്സാം അല്ല. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ടെസ്റ്റും ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റും ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു സംഭവം അതാണ് ആക്ച്വലി ഈ ഒരു എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. ലൈക്ക് ഈ ഒരു ടഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അപ്പം ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത ഫേസിലോട്ട് പേപ്പർ 2 പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഫിസിക്കൽ ടെസ്റ്റിനെ കുറിച്ച് താഴോട്ടുണ്ട്, അത് താഴോട്ട് വരുമ്പോൾ പറയാം. അത് കഴിഞ്ഞ് ഈ ഫിസിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റും ക്ലിയർ ചെയ്താൽ നെക്സ്റ്റ് വരുന്ന സംഭവമാണ്, അതിൽ നിന്ന് വളരെ കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ സെലക്ട് ആകത്തുള്ളൂ. അപ്പം അവിടെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് അടുത്ത വരുന്ന ഇംഗ്ലീഷിന്റെ എക്സാം. അത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിന്റെ എക്സാം ആയിരിക്കും. 200 മാർക്സ് 200 ക്വസ്റ്റ്യൻസ് 2 hours. എഗെയിൻ നമ്മുടെ പേപ്പർ 2 എന്ന് പറയുന്നത് 200 മാർക്സ് 200 ക്വസ്റ്റ്യൻ 2 hours ആണ് എഗെയിൻ നമ്മുടെ പേപ്പർ 2 എന്ന് പറയുന്നത്. അപ്പം അതും നമ്മുടെ ഡേറ്റ് ഒക്കെ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് മെഡിക്കലും ദെൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അപ്പോൾ ഇതാണ് ഈ ഒരു എക്സാമിന്റെ ലെവൽ അല്ലെങ്കിൽ ഓരോ ഫേസ് എന്ന് പറയുന്നത്. പേപ്പർ 1 അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും, അത് കഴിഞ്ഞ് പേപ്പർ 2 ദെൻ മെഡിക്കൽ ദെൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അപ്പം എഗെയിൻ നെഗറ്റീവ് മാർക്കിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിൽ രണ്ടിലും നെഗറ്റീവ് മാർക്കുണ്ട്. നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 0.25 ആണ് ആ ഒരു നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ 0.25 ഇമ്പോർട്ടൻ്റ് ആണ് നെഗറ്റീവ് മാർക്ക്. സോ അത് ചെക്ക് ചെയ്ത് പോകണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറയുന്നത് നേരത്തെ NCCയിലൊക്കെ ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് കുറച്ച് എക്സ്ട്രാ ബോണസ് മാർക്ക് നോർമലൈസ്ഡ് മാർക്കിന്റെ കൂടെ വരും. ആ NCCന്റെ കാറ്റഗറി A-B-C സർട്ടിഫിക്കറ്റ് ഉള്ള സ്റ്റുഡൻസിന് പേപ്പർ 1ലും പേപ്പർ 2ലും 2 പേപ്പറിലും എക്സ്ട്രാ മാർക്സ് കിട്ടുന്നുണ്ട്, അഡീഷണൽ ബോണസ് മാർക്ക് കിട്ടുന്നുണ്ട്. ആ ബോണസ് മാർക്കിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ ബോണസ് മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ നോർമലൈസ്ഡ് മാർക്സ് വരുന്നതും ആ കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും റാങ്ക് ചെയ്യുന്നതുമെല്ലാം. ആ ഒരു മാർക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു എക്സാമിന് വരുന്ന ടോപ്പിക്സ്, നേരത്തെ പറഞ്ഞ ടോപ്പിക്സിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ ടോപ്പിക് വൈസ് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ആണ്. അപ്പം 2 സംഭവങ്ങൾ വരുന്നത്. ഒന്ന് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യുക. ബിക്കോസ് ഇപ്പം നമ്മൾ ആ സ്റ്റാൻഡേർഡ്സ് ഇല്ലാതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു Tier 1 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ റിജക്റ്റ് ആകും. സോ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം എക്സാമിന് അപ്ലൈ ചെയ്യുക. അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഹൈറ്റ്, മെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയാണ്. ജനറൽ കാറ്റഗറി എല്ലാവർക്കും ഉള്ളതാണ് ഇത് ഒരേപോലെ. അപ്പം ആ ഒരു ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് 170 ആണ് കൊടുത്തേക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന്. അതേപോലെ മെയിൽ കാൻഡിഡേറ്റ്സിന് ചെസ്റ്റിന്റെയും എക്സ്പാൻഡഡും എക്സ്പാൻഡഡ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം, പക്ഷേ ഇതിലെല്ലാം കുറച്ച് ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾ ട്രൈബ് ഒക്കെ കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡ്സിനേക്കാൾ ഒരു ഇച്ചിരി താഴോട്ടാണ് അവരുടെ സ്റ്റാൻഡേർഡ്സ് കൊടുത്തേക്കുന്നത്. ആ ഒരു
അപ്പം ആ സ്റ്റാൻഡേർഡ്സ് അവർക്ക് ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഫില്ല് ചെയ്യാം. അത് കൂടാതെ വേറെ ഇതേപോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് ബിലോങ് ചെയ്യുന്നവരാണെങ്കിൽ, ഹില്ലി ഏരിയാസിൽ ഇതേപോലത്തെ സ്റ്റേറ്റിൽ ഇതേപോലത്തെ സ്ഥലങ്ങളിൽ ബിലോങ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. സോ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം സംഭവം ഫീമെയിൽസിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഫീമെയിൽസിന് മെയിൽസിനേക്കാളും കുറച്ചുകൂടി എക്സെപ്ഷൻസ് ഉണ്ട്. അതും ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെഡ്യൂൾ ട്രൈബ് ആണെങ്കിൽ വേറെ, അതുപോലെ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ളവർക്കാണെങ്കിൽ വേറെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സാംസിന് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വെയിറ്റിന്റെ കാര്യവും കൊടുത്തിട്ടുണ്ട്. അത് കറസ്പോണ്ടിങ് ടു ഹൈറ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ടഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അത് എല്ലാ പോസ്റ്റിലേക്കുള്ള ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ആ ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് എന്നുള്ളത്. ലൈക്ക് 100 മീറ്റർ ഇപ്പം മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഉള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ അടുത്ത ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം അതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഇത്രയുമാണ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളത് മെഡിക്കൽ ടെസ്റ്റും ഐസൈറ്റും, അതിൻ്റെയും ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ഇത് സ്റ്റാൻഡേർഡ്സ്, ഈ സ്റ്റാൻഡേർഡ്സ് ഇവർ കൊടുത്തേക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആയിട്ട് നിങ്ങളുടെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളത് എങ്ങനെ അപ്ലൈ ചെയ്യണം, ആ വക ഡീറ്റെയിൽസും കുറെ ഏതൊക്കെ ID പ്രൂഫ്സ് നമ്മുടെ എക്സാമിന് ചെല്ലുമ്പോൾ ഉള്ള കാര്യങ്ങൾ, അതേപോലെ മിനിമം ക്വാളിഫിക്കേഷൻ മാർക്സ് എത്രയൊക്കെയാണ്. അൺറിസർവ്ഡ് കാറ്റഗറി, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 30% ആണ്. ബാക്കി OBCയും അതർ കാറ്റഗറീസ് ആണെങ്കിൽ 25ഉം 20ഉം ആണ്. അപ്പം ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തേക്കുന്നത് ഇത് റിലേറ്റഡ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കാം. എക്സംഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി നോട്ടിഫിക്കേഷൻ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി എന്തൊക്കെ ആപ്ലിക്കേഷൻ ഫോംസ്, നമ്മൾ ഇതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യാനുള്ള ഫോംസ്, ആ ഫോംസിന്റെ ഒക്കെ ഡീറ്റെയിൽസ്, ആ ഫോംസും കൊടുത്തിട്ടുണ്ട്. നമ്മൾ എക്സാമിന് കഴിഞ്ഞ ഫിസിക്കൽ ടെസ്റ്റിന്റെ സമയത്തൊക്കെ, ഫിസിക്കൽ ടെസ്റ്റും ബാക്കി ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്തൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ള സ്ക്രീൻഷോട്ട് അടക്കം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അപ്ലൈ ചെയ്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫേസിലും നെക്സ്റ്റ് ഫേസിൽ എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഫേസിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിറച്ച സ്ക്രീൻഷോട്ടുകൾ ഇവിടെ ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ഡൗട്ടും വരേണ്ട ആവശ്യം വരത്തില്ല. ബിക്കോസ് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് SSC ബാക്കി എല്ലാം കൊടുത്തേക്കുന്നത്. സോ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്സും ഈ വക ഡീറ്റെയിൽസും ആണ് ഉള്ളത്. SSC CPO 2020 ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ബ്രേക്ക് ഡൗൺ ആണ് നമ്മളിപ്പം കണ്ടത്. സോ ഇനി ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ കട്ട് ഓഫും അതിൻ്റെ പ്രിപ്പറേഷനുമാണ്. സോ ആദ്യമേ അതിൻ്റെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം 2019 SSC CPOയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. 200-ൽ 102 ആയിരുന്നു മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കട്ട് ഓഫ് എങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ 104 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ അതിന് മുമ്പിലോട്ടുള്ള ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 2018 എടുത്തു കഴിഞ്ഞാൽ കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരുന്നു. 140 ആയിരുന്നു കട്ട് ഓഫ് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ, ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെത് 137 റേഞ്ചിലായിരുന്നു. അതിന് മുമ്പുള്ള ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു 110 to 120 ഇടയ്ക്കായിരുന്നു കട്ട് ഓഫ്സ്. അതിന് മുമ്പുള്ള 2 ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് 85 to 90 ആയിരുന്നു. സോ ഓവറോൾ നമ്മൾ ലാസ്റ്റ് ഒരു 5 to 6 ഇയേഴ്സ് കട്ട് ഓഫ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ഓഫ് എപ്പോഴും കുറവായിരുന്നു. ഒറ്റ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് 2018 മാത്രമായിരുന്നു. സോ ഒന്ന് നമുക്ക് ഇതിന്റെ കട്ട് ഓഫ് നോക്കേണ്ട കാര്യമില്ല, ബിക്കോസ് നമ്മുടെ SSCയുടെ ഈ CPOയുടെ Tier 1ഉം Tier 2ന്റെയും മാർക്ക് നമ്മുടെ ഫൈനൽ ഷോർട്ട് ലിസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ 2 എക്സാമിലും മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കട്ട് ഓഫ് എത്രയാണ് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ എക്സാമിന്റെ കട്ട് ഓഫ് നോക്കാതെ തന്നെ മാക്സിമം 150+ സ്കോർ ചെയ്യാനാണ് നമ്മൾ ഈ 2 എക്സാം ഈ Tier 1ലും Tier 2ലും നമ്മൾ നോക്കേണ്ടത്. സോ അതിന് വേണ്ടി പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഇതിന് വേണ്ടി അടുത്ത പ്രിപ്പറേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ഉണ്ട് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി. അപ്പം ഫിസിക്കൽ ടെസ്റ്റിന് എക്സാം പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറ്റുമെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ അതിൻ്റെ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. അത് കണ്ടിന്യൂ ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യാതെ നമ്മുടെ എക്സാം കഴിയുന്ന നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് വരെയും അത് ഡെയിലി ഒരു ദിവസം പോലും ബ്രേക്ക് വരാതെ അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. ആൻഡ് എക്സാംസിന്റെ പ്രിപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളുടെ ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് എക്സാംസ് വലിയൊരു പാടായിരിക്കത്തില്ല. ഡെഫിനറ്റ്ലി അവർക്ക് ആ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും.
ഫിസിക്കലിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. ആൻഡ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ സ്റ്റുഡൻസ് അവർക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അവൈറ്റിംഗ് ആണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇനി ചാനലിൽ വരുന്ന അപ്കമിംഗ് വീഡിയോസിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.